ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കർത്താവായ യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ രോഗങ്ങളെ വഹിച്ചുവോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വേദനകൾ വഹിച്ചു, ദുഃഖങ്ങൾ യേശു ക്രിസ്തു ക്രൂശിൽ ചുമന്നു. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചതായി ചിലർ വിചാരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ദീനക്കാരുടെ രോഗം സൗഖ്യമാക്കിയത് നിറവേറി. എന്നാൽ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിൽ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് പറയുന്ന ഭാഗത്ത് രോഗങ്ങളെയും ചുമന്നു എന്ന് പറയുന്നില്ല. ശരിക്കും കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചുമന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് മാത്രമാണ്. രോഗത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചിരുന്നുവെങ്കിൽ രോഗത്തിന് ചികിത്സ ചെയ്താൽ അത് പാപത്തിനു വേണ്ടി കഴിക്കുന്നത് പോലെ ക്ഷമിക്കാൻ പറ്റാത്ത കുറ്റമായി തീരുമായിരുന്നു. 4-ാം വാക്യത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങൾ എന്ന് പറയുന്നതും 5-ാം വാക്യത്തിൽ നമുക്ക് സൗഖ്യം വന്നു എന്ന് പറയുന്നതും മറ്റാർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത പാപരോഗത്തെയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയും മുറിവേറ്റു, അകൃത്യങ്ങൾക്ക് വേണ്ടി യേശു ക്ഷതമേൽപ്പിക്കപ്പെട്ടു. യേശുവിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ ശിക്ഷിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. മനുഷ്യരാശിക്ക് രക്ഷ നൽകുവാൻ യേശുവിൻ്റെ ശരീരത്തിൽ കൊണ്ട അടിയുടെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം. ഈ അടിപ്പിണർ എന്ന് പറയുന്നത് കൈ കൊണ്ടോ ചമ്മട്ടി കൊണ്ടോ ഉള്ള ഉഗ്രമായ അടി കൊണ്ടുണ്ടാകുന്ന മുറിവടയാളങ്ങളാണ്. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം മുതൽ പറഞ്ഞു വച്ചിരിക്കുന്നത് യേശു പാപം ചെയ്തിട്ടില്ല, യേശുവിൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല, നിന്ദിക്കപ്പെട്ട യേശു പകരം നിന്ദിച്ചതുമില്ല, പീഡനമേറ്റപ്പോൾ തിരിച്ച് ഭീഷണിപ്പെടുത്തിയുമില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ ഫലമേൽക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ യേശുവിൻ്റെ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രൂശിൽ കയറി. യേശു ക്രൂശിൽ ഏറിയത് നമ്മുടെ പാപത്തിന് പരിഹാരം ഉണ്ടാകുമ്പോൾ നീതിക്കായി ജീവിക്കണം. അപ്പോൾ യേശുവിൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തു കാൽവരി ക്രൂശിൽ പാപങ്ങളെയും രോഗങ്ങളെയും വഹിച്ചില്ല. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. രോഗങ്ങളെ ചുമന്നില്ല. കാൽവരി ക്രൂശിൽ ചുമന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾ മാത്രമാണ്. റോമ ഗവൺമെൻറ് യേശുവിനെ ക്രൂശിച്ചത് രണ്ട് ദുഷ്ടപ്രവൃത്തിക്കാരുടെ നടുവിലാണ്. എന്നാൽ ദുഷ്ടപ്രവൃത്തിക്കാരുടെ ശവസംസ്കാരമല്ല യേശുവിന് ലഭിച്ചത്. ഏറ്റവും സമ്പന്നനായ
വ്യക്തിക്ക് ലഭിക്കുന്ന മാന്യമായ സംസ്കാരമാണ് യേശുവിന് ലഭിച്ചത്. ഏറ്റവും മാന്യരായ വ്യക്തികളുമായാണ് നേതൃത്വം നൽകിയത്. വിലയേറിയ 100 റാത്തൽ തൂക്കം വരുന്ന ഏകദേശം 40 കിലോ സുഗന്ധവർഗം ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച ശേഷമാണ് വിലയേറിയ നിർമ്മല ശീലയിൽ പൊതിഞ്ഞു കെട്ടി മന്ത്രിക്ക് വേണ്ടി പാറയിൽ വെട്ടിവച്ചിരുന്ന പുതിയ കല്ലറയിലാണ് യേശുവിനെ അടക്കിയത്. ഏറ്റവും സമ്പന്നരായ ഉന്നത വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ശവസംസ്കാരം യേശുവിന് ലഭിച്ചു. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം സമ്പൂർണമായും നിവർത്തിച്ചു. മനുഷ്യവർഗത്തിൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവ് ഈ പ്രവചനങ്ങൾ മുഴുവനും നിവർത്തിയാക്കി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. സ്തോത്രം. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.